എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരുന്ന പാഠഭാഗത്തിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് കിടക്കുകയാണ്. അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ എന്നുള്ള ആ പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു ചുരുക്കരൂപം ഓടിച്ച് പറയാം. നമ്മൾ പറഞ്ഞു, റസ്കിൻ ബോണ്ട് എന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു അനുഭവമാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പ്രകൃതിയും മനുഷ്യനുമായിട്ട് ഇണങ്ങി ജീവിക്കുമ്പോഴുള്ള രസകരമായിട്ടുള്ള പല അനുഭവങ്ങൾ, അല്ലെങ്കിൽ സാഹസികമായിട്ടുള്ള പല അനുഭവങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഫീൽ കിട്ടുന്ന പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അങ്ങനെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ അദ്ദേഹം ഒന്ന് ചുരുക്കി പറയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു കീരി ഒരു പാമ്പും തമ്മിൽ നടന്ന ഒരു ഫൈറ്റാണ് അദ്ദേഹം ഏറ്റവും പ്രധാന സംഭവമായിട്ട് പറയുന്നത്. ബാക്കി ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ കൂടെ അദ്ദേഹം അതിന് ചേർത്ത് തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനെ കുറിച്ച് പറഞ്ഞു, മുത്തശ്ശിയെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സ്വന്തമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ആൽമരത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ അദ്ദേഹത്തിന് ആദ്യമായിട്ട് കിട്ടിയ സുഹൃത്തായ ഒരു കുഞ്ഞ് അണ്ണാനെക്കുറിച്ച് പറഞ്ഞു. ആൽമരത്തിൽ അദ്ദേഹം സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു പുസ്തകങ്ങൾ വായിക്കാനായിട്ട്. പുസ്തകങ്ങൾ വായിക്കാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് വായിക്കാനായിട്ട് താല്പര്യം കുറഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഇരുന്ന് താഴേക്ക് നോക്കുമായിരുന്നു. അപ്പോൾ കാണുന്ന സ്ഥിരം ചില കാഴ്ചകളെക്കുറിച്ച് പറഞ്ഞു. മുത്തശ്ശി തുണി അലക്കി വിരിക്കുന്നതും ഉണങ്ങിയ തുണി തിരികെ എടുത്തുകൊണ്ട് പോകുന്നതും, മുത്തശ്ശൻ ഗാർഡനിലൂടെ ഇങ്ങനെ പെറുപുറത്തുകൊണ്ട് നടക്കുന്നതും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നടക്കുന്നതും ഒക്കെ അദ്ദേഹം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു വേനൽക്കാലത്ത് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അദ്ദേഹം അവിടെ ഏറ്റവും പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നത്. മുത്തശ്ശൻ്റെ ഗാർഡനിലേക്ക് ഒരു കീരി, ഒരു പാമ്പ്, ഇവർ തമ്മിൽ രണ്ടുപേരും തമ്മിൽ നടന്ന ഒരു ഫൈറ്റ്. മുത്തശ്ശൻ്റെ ഗാർഡനിലേക്ക് ഒരു പാമ്പ് കയറി വരികയായിരുന്നു. ആ പാമ്പിനെ പിന്തുടർന്ന ഒരു കീരി അവിടെ എത്തിച്ചേർന്നു. അവർ തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് നടന്നു. ഈ ഫൈറ്റ് വളരെ മൈന്യൂട്ടായിട്ട് തന്നെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. 2 റൗണ്ട് ആ ഫൈറ്റിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ റൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കാം നമുക്ക്. ആ പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: The third round followed the same course as the first, but with one dramatic difference. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. അപ്പോൾ അവിടെ 2 കാഴ്ചക്കാർ, ഇദ്ദേഹത്തെ കൂടാതെ 2 കാഴ്ചക്കാർ ഈ ഫൈറ്റ് കാണാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കാക്കയും ഒരു മൈനയും. ഇവര് 2 പ്രാവശ്യം അവിടെ പരസ്പരം പറന്നു വരികയും ഈ ഫൈറ്റിൻ്റെ അതിൽ പാമ്പിനെ ലക്ഷ്യമാക്കി പറന്നു വരികയും അവർ തമ്മിൽ കൂട്ടിയിടിച്ച് അവർ തിരികെ പറന്നു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആ സന്ദർഭമാണ് വീണ്ടും ഇവിടെ നമ്മളൊന്നുകൂടെ എടുത്ത് ആവർത്തിക്കുന്നത്. ഈ മൂന്നാമത്തെ റൗണ്ട് ആയപ്പോഴത്തേക്കും അവിടെ ഒരു ഡ്രമാറ്റിക് ഡിഫറൻസ് അവിടെ നടന്നു. ഒരു നാടകീയമായിട്ടുള്ള ഒരു രംഗം, ഒരു വ്യത്യാസം അവിടെ സംഭവിച്ചു. ബാക്കിയൊക്കെ സെയിം ആയിരുന്നു ആദ്യം സംഭവിച്ചതുപോലെ. എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യവും ഈ ക്രോയും മൈനയും വീണ്ടും ഈ പാമ്പിനെയും കീരിയെയും ലക്ഷ്യമാക്കി അവിടെ പറന്നു വന്ന സമയത്ത് നേരത്തെ 2 പ്രാവശ്യം സംഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ കാര്യം അവിടെ സംഭവിച്ചു. ഇവരിങ്ങനെ ഡൈവ് ചെയ്ത് വന്ന സമയത്ത് അവർ ഉദ്ദേശിച്ച കാര്യം അവിടെ സാധിച്ചില്ല. അവർ ഒരു ലക്ഷ്യസ്ഥാനം, അവരുടെ ഒരു മാർക്കിംഗ് ഉണ്ടായിരുന്നു, ആ സ്ഥാനം അവർ മാറിപ്പോയി. അപ്പോൾ അവർ നേരത്തെ വന്നതിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു ചെറിയ കാര്യം അവിടെ സംഭവിച്ചു. But this time they missed each other as well as their mark എന്നവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. The myna flew on and reached its perch, but the crow tried to pull up in mid-air and turn back. ഈ മൈനയ്ക്ക് അവിടെ പഴയതുപോലെ ഒരു പ്രകടനം നടത്താനായിട്ട് കഴിഞ്ഞു. അത് പറന്നുപോയി. പക്ഷേ കാക്കയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അവയ്ക്ക് അവിടെ ചെറിയൊരു പാകപ്പിഴ സംഭവിച്ചു. In the second that it took him to do this, the cobra waved his head back and struck with great force.
is not thudding against the cross body. ഈ മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഈ പറക്കുന്നതിനിടയിൽ ഈ കാക്ക ഒന്നിങ്ങനെ തിരിയാനായിട്ട് ശ്രമിച്ച സമയത്ത് ഈ പറക്കൽ ഒന്ന് പാളിപ്പോയി. അങ്ങനെ പോയ സമയത്ത് എന്ത് ചെയ്തു, ഈ പാമ്പ് ഒന്ന് കൊത്തിയത് ഈ മൈനയ്ക്കാണ് കൊണ്ടത്. അതിൻ്റെ ബോഡിയിലേക്ക് വളരെ ശക്തമായിട്ട് ആ പാമ്പിൻ്റെ കൊത്തേറ്റു. I saw the bird flung nearly 20 feet across the garden, where after fluttering about for a while it lay still. അപ്പോൾ ഈ പാമ്പിൻ്റെ ആക്രമണം അല്ലെങ്കിൽ ഈ പാമ്പിൻ്റെ കൊത്തേറ്റ് ആ ഗാർഡനിൽ നിന്നും ഏകദേശം 20 അടി അകലത്തേക്ക് ഈ കാക്ക തെറിച്ചു പോയി. പക്ഷെ അതേസമയം the myna remained on the cactus plant, very wisely refrained from interfering again. അപ്പോൾ ഈ മൈന പക്ഷെ പഴയ സ്ഥാനത്ത് തിരിച്ചെത്തി, വേറെ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല. പക്ഷേ കാക്കയ്ക്ക് ഇങ്ങനെ ഒരു അബദ്ധം അവിടെ പറ്റി. The cobra was weakening and the mongoose walking fearlessly up to it raised himself on his short legs and with lightning snap had the big snake by the snout. ഈ ക്രമേണ ഈ ഫൈറ്റ് കൂടിക്കൂടി വന്ന സമയത്ത് പാമ്പിൻ്റെ കരുത്തൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരിക, പാമ്പ് വീക്കായിക്കൊണ്ടിരിക്കുക. പക്ഷെ അതേസമയം ശക്തമായിട്ട് തന്നെ നിലകൊള്ളുകയാണ് കീരി. അതിൻ്റെ ചെറിയ കാലുകളിൽ നിന്ന് ആ ഷോർട്ട് ലെഗ്സിൽ നിന്നിട്ട് അതിൽ നിന്ന് ഉയർന്ന് വളരെയധികം മിന്നൽ വേഗത്തിൽ ഈ പാമ്പിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ്. The cobra writhed and lashed about in a frightening manner and even coiled itself about the mongoose, but all to no avail. ഈ പാമ്പ് വളരെ ശക്തമായിട്ട് ഈ കീരി ഒന്ന് ശരീരത്തിലൊക്കെ ചുറ്റിയൊക്കെ നോക്കി, അല്ലെ കോയിൽ ചെയ്ത് നോക്കി, എല്ലാ തരത്തിലും ഒരു പ്രത്യാക്രമണത്തിന് തയ്യാറായിട്ടൊക്കെ ശ്രമിച്ചു നോക്കി ക്ഷീണിതനായിരുന്ന അവസ്ഥയിൽ പോയി. പക്ഷെ ഒന്നും തന്നെ ഫലം കണ്ടില്ല, എല്ലാം ഇങ്ങനെ വിഫലമായിക്കൊണ്ടേയിരുന്നു. The little fellow hung grimly on. ലിറ്റിൽ ഫെല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത് കീരിയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക. Until the snake had ceased to struggle. ആ പാമ്പ് ആ സ്ട്രഗിൾ, പോരാട്ടം സീസ് ചെയ്യുന്നത് വരെയും നിർത്തുന്നത് വരെയും ഈ കീരി വളരെ ശക്തമായിട്ട് തന്നെ കടിച്ചു പിടിച്ചിരുന്നു. He then smelled along its quivering length and gripping it round the hood. പാമ്പിനെ ഒന്ന് മണപ്പിച്ചൊക്കെ നോക്കി, എന്നിട്ട് dragged it into the bushes. വലിച്ചിഴച്ച് കുറ്റിക്കാടിനിടയിലേക്ക് കൊണ്ടുപോയി. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then, with a shrill cry of congratulation, flew away. മൈനയ്ക്ക് സന്തോഷമായി. ആ കുറ്റിക്കാടിനിടയിൽ നിന്നും ഒരു അഭിനന്ദനമൊക്കെ കൊടുക്കുന്ന രീതിയിൽ, വിജയമായിട്ട് മാറിയ കീരിക്ക് ഒരു അഭിനന്ദനമൊക്കെ കൊടുക്കുന്ന രീതിയിൽ ഒന്ന് ചില ശബ്ദമൊക്കെ ഉണ്ടാക്കി. ആ പ്രയോഗം അവിടെ ഷുറിലെന്നൊരു പ്രയോഗമൊക്കെ കൊടുത്തിട്ടുണ്ട്. ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ച് ഈ മൈന പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. ഞാൻ അവിടെ നിന്ന് തിരികെ വീട്ടിൽ പോയതിനു ശേഷം എൻ്റെ മുത്തശ്ശനെ വിളിച്ച് ഞാൻ പറഞ്ഞു, അവിടെ നടന്ന ഫൈറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ് വളരെ ഗംഭീരമായൊരു ഫൈറ്റ് അവിടെ ഒരു പാമ്പും കീരിയും തമ്മിൽ നടന്നു എന്നുള്ള വിഷയം മുത്തശ്ശനെ അറിയിച്ചു. He was blessed that the mongoose had won. കീരി വിജയിച്ചതിലാണ് മുത്തശ്ശന് സന്തോഷം തോന്നിയത്. കാരണം സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മളെ മനുഷ്യർക്ക് ഭൂരിഭാഗം പേർക്കും പാമ്പിനോടൊരു ചെറിയ ഒരു അകൽച്ചയുണ്ട്, ഒരു പേടിക്കുള്ളൊരു അവസ്ഥയുണ്ട്, ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ മരണം വരെ സംഭവിക്കാം എന്നൊക്കെയുള്ളൊരു അവസ്ഥ നിലനിൽക്കുന്നതിനാൽ ഇവിടെ എന്ത് ചെയ്തു, മുത്തശ്ശനൊരു സന്തോഷം തോന്നി, അല്ലേ? പാമ്പിനെ ഓടിച്ചിട്ട് കീരിയാണല്ലോ വിജയിച്ചത്. He had encouraged it to live in the garden, to keep away the snakes, and fed it regularly with scraps from the kitchen. മുത്തശ്ശൻ ഒരു കാര്യം ചെയ്തു, ഈ വിജയിച്ച കീരിയെ അവിടെ പിന്നീട് ആ ഗാർഡനിൽ തുടരാനായിട്ട് അനുവദിച്ചു. അതിനെ കുറച്ചുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി അടുക്കളയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ചില ഭാഗങ്ങൾ, വരുന്ന ഭാഗങ്ങളൊക്കെ കീരിക്ക് നൽകാനും മുത്തശ്ശൻ ശ്രദ്ധിച്ചിരുന്നു. He had never tried taming it because wild mongoose was more useful than a
ഡൊമസ്റ്റിക്കേറ്റഡ് ഫാൺ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ വന്യജീവിയിൽപ്പെടുന്ന അല്ലെങ്കിൽ വൈൽഡായിട്ടുള്ള ഈ കീരി കുറച്ചുകൂടെ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. ഈ തരത്തിലുള്ള പാമ്പ് പോലുള്ള ജീവികളിൽ നിന്ന് നമുക്ക് ഒരുപാട് സംരക്ഷണം നൽകാൻ കീരിക്ക് കഴിയും. അപ്പോൾ അതൊന്ന് പ്രയോജനപ്പെടുത്താനായിട്ട് മുത്തശ്ശൻ തീരുമാനിച്ചു. From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house. ഞാൻ ചില സമയത്ത് ഇങ്ങനെ കാണാറുണ്ട്. ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ബനിയൻ ട്രീയിലിരുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കീരി അവിടെയൊക്കെ പട്രോളിങ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ വാക്ക് കേട്ടിട്ടുണ്ട് അല്ലേ? പോലീസ് പട്രോളിംഗ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? എല്ലാ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഒരു അവലോകനം, ഒരു വിശകലനം ചെയ്തുകൊണ്ട് അല്ലേ അങ്ങനെ തിരിയാറുണ്ട്. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കുന്ന മട്ടിൽ ഈ കീരി അവിടെ പട്രോളിംഗ് ചെയ്യുന്നതായിട്ട്, ഈ ഗാർഡൻ്റെ 4 ഭാഗത്തും പാമ്പിൻ്റെ ശല്യം ഉണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ കീരി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മുട്ട എടുത്തുകൊണ്ട് വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. പോൾട്രി ഹൗസ്, കോഴിയോ താറാവോ കാടയോ അങ്ങനെ ഏത് വേണോ ആകാം, അതിൻ്റെ മുട്ട കൊണ്ടുവരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബട്ട് ഹി ഹാഡ്ന്റ് ഹാംഡ് ദി ബേർഡ്സ്. അപ്പോൾ ഈ പക്ഷികൾ, അതായത് ഇപ്പോൾ കോഴിയുടെ മുട്ടയാണെങ്കിൽ കോഴിയെ അല്ലെങ്കിൽ താറാവിനെ, അപ്പോൾ ഈ പക്ഷികളെയൊന്നും ഒരിക്കലും ഈ കീരി ഉപദ്രവിച്ചിരുന്നില്ല അല്ലെങ്കിൽ ആക്രമിച്ചിരുന്നില്ല. ആൻഡ് ഐ ന്യൂ grandmother would forgive him for stealing as long as he kept the snakes away from the house. മുത്തശ്ശിക്ക് ഇവനോട് പ്രത്യേകിച്ച് നീരസമൊന്നും തോന്നാൻ വഴിയില്ല. കാരണം പാമ്പുകളൊക്കെ അവിടെ നിന്ന് ഓടിച്ചിരുന്നത് കാരണം അവനോട് പ്രത്യേകിച്ച് ക്ഷമിക്കുക എന്നുള്ളത്. മുത്തശ്ശി അവനോട് ക്ഷമിച്ചിരുന്നു എന്നും എനിക്ക് തോന്നിയിരുന്നു. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. ഇനി മറ്റൊരു ചെറിയ സംഭവം, ഇതിൽ നമ്മൾ പറഞ്ഞു ഈ പാഠത്തിൽ പ്രധാന സംഭവം കീരിയും പാമ്പും തമ്മിലുള്ള ഫൈറ്റാണ്. ഇനി മറ്റൊരു ചെറിയ സംഭവത്തെ ഓർത്തെടുക്കുകയാണ്. അവിടെ ഒരു സ്ക്വിറലും റാറ്റുമായിട്ടുള്ള ഒരു സംഭവം, ഒരു അണ്ണാനും എലിയുമായിട്ടുള്ളൊരു സംഭവം. The white rat was grandfather's. He had bought it from the bazaar for 4 annas. മുത്തശ്ശൻ 4 അണ കൊടുത്ത് ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഒരു വൈറ്റ് എലി, ഒരു വെളുത്ത എലി മുത്തശ്ശനുണ്ടായിരുന്നു. ഇവിടെ അണ എന്നുള്ളത് പഴയകാല ഒരു ഇന്ത്യൻ പ്രയോഗമാണ്. ഒരു രൂപയുടെ 16 എന്നൊക്കെ ഉള്ളൊരു പ്രയോഗത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ്. 4 അണ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 25 പൈസയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം കൊടുത്ത് വാങ്ങിയതാണ്. ബട്ട് I would often take it with me into the roots and branches of the old tree. ഞാനിങ്ങനെ പലപ്പോഴും ഈ മുത്തശ്ശൻ്റെ വെളുത്ത റാറ്റിനെയും കൊണ്ട് ഈ മരത്തിൻ്റെ മുകളിലേക്ക് കയറി പോകുമായിരുന്നു. അവിടെ ചെന്ന് അവിടെ ഈ ബ്രാഞ്ചസിലൂടെയൊക്കെ ഇതിങ്ങനെ ഓടിക്കളിക്കാറുണ്ട്. ആ സമയത്ത് where it soon struck up a friendship with one of the squirrels. അവിടെയുള്ള ധാരാളം സ്ക്വിറൽസ് അവിടെയുണ്ട്. അതിലൊരു സ്ക്വിറലുമായിട്ട് ഈ റാറ്റ് സൗഹൃദത്തിലായി. They would go off together on little excursions among the branches. അവർ ആ ബ്രാഞ്ചസിലൂടെ ഇങ്ങനെ വളരെ സന്തോഷകരമായിട്ട്, എക്സ്കർഷൻ എന്നൊരു പ്രയോഗം ഇവിടെ നടത്തിയിട്ടുള്ളത് നമ്മൾ ടൂർ എന്നുള്ളൊരു പ്രയോഗത്തിലല്ല, ആ മരച്ചില്ലകളിലൂടെ അവർ വളരെ സന്തോഷത്തോടെ ഈ എലിയും അണ്ണാനും ഇങ്ങനെ യാത്രകൾ നടത്തിയിരുന്നു. Then the squirrel started building a nest. പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് അതിനെ താമസിക്കാനായിട്ട് ഒരു കൂട് അല്ലെങ്കിൽ അതിൻ്റെ വാസസ്ഥലം ഒരുക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഈ സ്ക്വിറൽ. At first she tried building it in my pockets. ആദ്യകാലങ്ങളിൽ ഇതെൻ്റെ പോക്കറ്റിൽ ഇത്തരത്തിൽ ഒരു നെസ്റ്റ് കെട്ടാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. And when I went indoors and changed my clothes, I would find straw and grass falling out. ഞാൻ വസ്ത്രമൊക്കെ മാറുന്ന സമയത്ത് എൻ്റെ വസ്ത്രത്തിൽ നിന്നും വൈക്കോലോ പുല്ലോ ഒക്കെ ഇങ്ങനെ തറയിലേക്ക് വീഴുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ പോക്കറ്റിനുള്ളിലോ അല്ലെങ്കിൽ വസ്ത്രത്തിനുള്ളിലോ വന്നിട്ട് കൂട് വയ്ക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. Then one day grandmother's knitting was missing
ഒരു ദിവസം മുത്തശ്ശിയുടെ തുന്നൽ സാമഗ്രികൾ അല്ലെങ്കിൽ തുന്നൽ യന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വേണോ ആകാം, അത്തരത്തിലുള്ള സാധനങ്ങൾ മിസ്സിംഗ് ആയിരുന്നു. വി ഹണ്ടഡ് ഫോർ ഇറ്റ് എവരിവെയർ ബട്ട് വിത്തൗട്ട് സക്സസ്. എല്ലാ സ്ഥലത്തും നമ്മൾ അന്വേഷിച്ച് നോക്കി അല്ലേ, പക്ഷെ ഒരിടത്തും നമുക്കിത് കണ്ടെത്താനായിട്ടില്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിൻഡിങ് ഇൻ ദി ഹോൾ ഇൻ ദ ബനിയൻ ട്രീ. പിറ്റേ ദിവസം ഞാൻ ബനിയൻ ട്രീയിലെ ആ ഒത്തിനുള്ളിൽ എന്തോ ഒന്ന് തിളങ്ങുന്നത് കണ്ടു. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഐ സോ ദാറ്റ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. അവിടെ പോയപ്പോൾ മനസ്സിലായി, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി. തയ്ക്കാനുള്ള സൂചിയൊക്കെയാണ് ഇത് എടുത്തുകൊണ്ട് പോയിരുന്നത്, തുന്നാനുള്ള. അത് അവിടെ ഇരുന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ സൂചിയും നൂലും ഒക്കെ കൂടി ഇത് എടുത്തിട്ട് പോയിട്ടുണ്ടാകാം. On looking further, I discovered that the hall was crammed with knitting. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അല്ലേ, ഇത് ഇത്തരത്തിലുള്ള അണ്ണാനും അല്ലെ ഇതൊക്കെ കൂട് വയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതിൻ്റെ വാസസ്ഥലങ്ങൾ ഒരുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, അണ്ണാൻ കുഞ്ഞിൻ്റെയൊക്കെ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം അത്തരം സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് അവിടെ ഒരു കൂട് നിർമ്മാണത്തിൻ്റെ പ്രക്രിയ നടക്കുകയാണ്. ആൻഡ് amongst the wool were 3 baby squirrels, all of them white. ഞാൻ അവിടെ പോയി ആ കൂട്ടിലേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ടത് 3 ചെറിയ സ്ക്വിറൽസ് അവിടെ ഉണ്ടായിരുന്നു. ഈ 3 സ്ക്വിറൽസും ഫുള്ളായിട്ട് വൈറ്റ് ആയിട്ടുള്ള സ്ക്വിറൽസിനെയാണ് അവിടെ കണ്ടത്. അപ്പോൾ ഒരു വ്യത്യസ്തത അവിടെ ഫീൽ ചെയ്തു. ആ നിറത്തിൻ്റെ കാര്യത്തിലാണ് വ്യത്യസ്തത ഫീൽ ചെയ്തത്. Grandfather had never seen white squirrels before and we gazed at them in wonder. മുത്തശ്ശനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ പറയുകയാണ്, ഇതിനു മുമ്പ് ഒരിക്കലും മുത്തശ്ശൻ്റെ ഈ പ്രായത്തിനിടയിൽ ഇങ്ങനെ ഒരു വൈറ്റ് സ്ക്വിറൽസിനെ കണ്ടിട്ടില്ല. We were puzzled for some time, but when I mentioned the white rat's frequent visits to the tree, Grandfather told me that the rat must be the father. ഞാൻ മുത്തശ്ശനോട് ഒരു കാര്യം പറയുന്നത് വരെ മുത്തശ്ശന് കൗതുകമായിരുന്നു. എന്താണ് ആ കാര്യം? മുത്തശ്ശനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടവേളകളിൽ അല്ലെങ്കിൽ മിക്കവാറും സമയങ്ങളിൽ ഞാൻ റേറ്റ്സുമായിട്ട് ഈ ബനിയൻ ട്രീയിലേക്ക് പോകുമായിരുന്നു. ഈ കാര്യം കേട്ട സമയത്ത് മുത്തശ്ശൻ പറയുകയാണ്, റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് വെയർ റിലേറ്റഡ് ടു ഈച്ച് അതർ ഹി സെഡ്. ഈ റാറ്റ്സും സ്ക്വിറൽസും തമ്മിൽ ഒരു റിലേഷനുണ്ട്, അല്ലേ, ഒരു പ്രത്യേക ഒരു ബന്ധമുണ്ട്. ആൻഡ് സോ ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ ഫോർ ദം ടു ഹാവ് ഓഫ് സ്പ്രിങ്, ഇൻ ദിസ് കേസ് വൈറ്റ് സ്ക്വിറൽസ്. നേരത്തെ ഒരു പ്രയോഗം നടത്തുകയും ചെയ്തു. ഈ റാറ്റിൻ്റെ കുട്ടികളാണ് ഈ അണ്ണാൻ കുഞ്ഞുങ്ങൾ, റാറ്റാണ് ഫാദർ എന്നൊരു പ്രയോഗം നടന്നു. ഇത് ഒന്നുകൂടെ അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ അത് ഒരു ഇണചേരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ റാറ്റ്സും സ്ക്വിറൽസും തമ്മിൽ ഇണചേരാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാം. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ അല്ലെ ഈ വൈറ്റ് സ്ക്വിറൽസ് അവിടെ ജനിക്കാനായിട്ട് കാരണമായിട്ട് മാറിയത്. അപ്പോൾ ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമായിട്ട് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പാഠം അവസാനിപ്പിക്കുന്നത്. അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പലതും ഈ ബനിയൻ ട്രീയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം തന്ന സൂചനയും അതാണ്. നമ്മൾ തുടക്കത്തിലും പറഞ്ഞു, പ്രകൃതിയുമായിട്ട് നമ്മൾ എത്രത്തോളം ഇഴുകിച്ചേർന്ന് ജീവിക്കുമോ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പിന്നീട് ഓർക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അതാണ് ഈ പാഠം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോ ഒന്ന് കേട്ടതിന് ശേഷം വരുന്ന സംശയങ്ങൾ നമ്മളടുത്ത് സൂം മീറ്റിലെ ക്ലാസ് വരുന്ന സമയത്ത് എഴുതി വെച്ച് ചോദിക്കുക. നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ, നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നമുക്കവിടെ പരിഹരിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.